വാല്യൂ കാറ്റലോഗിങ് ആണ് എല്ലാ OTTs ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഇല്ലാത്തത് എങ്ങനെ പോകുമ്പോൾ വാട്ട് ഐ യൂഷ്വലി ഡൂ ഇസ് ആഫ്റ്റർ ഐ മേക്ക് എ പ്രോജക്റ്റ് എനിക്ക് 2-3 കൺസൾട്ടൻസ് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ ഇതിൻ്റെ ഒരു വയബിലിറ്റി നമ്പർ മേടിക്കും. ഈ വയബിലിറ്റി നമ്പറിൽ ഈ പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നഷ്ടമില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ വരുന്ന പ്രോജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ലൈക്ക് പ്രോജക്ട്സ് ദാറ്റ് വുഡ് കോസ്റ്റ് മീ 25 crores 30 crores 40 crores ഒന്നും എന്ന് വെച്ചാൽ വയബിലിറ്റി ഒക്കെ അവർ പറഞ്ഞതിനെക്കാട്ടും 20-30% മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുള്ളൂ. പിന്നെ കോംപ്രമൈസസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് യു വിൽ നെവർ ഹാവ് വാട്ട് യു റിയലി വാണ്ട് mostly in cinema because there are hundreds of people and thousands of decisions and there is climate and climate change. Also humans with different moods and tantrums, also me with different moods and tantrums. അപ്പോൾ ഇത് നമ്മൾ അണ്ടർ പ്രഷറിൽ ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് പതുക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും വരും. ആൻഡ് താങ്ക്ഫുള്ളി ടിൽ നൗ മോസ്റ്റ് ഓഫ് ദ ഡിസിഷൻസ് ആർ റൈറ്റ്. അത് കേടാവും, അത് ബാഡായി തുടങ്ങും. അത് ദാറ്റ് ഈസ് ഓൾസോ ഐ എം എക്സ്പെക്ടിങ് ദാറ്റ്. അപ്പോൾ എന്ത് ബാക്കപ്പ് പ്ലാൻ ചെയ്യുന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഡിസൈൻ തിങ്കിങ് വരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ബിഗ് ഫോർ എക്സാമ്പിൾ ഐ ടെൽ യു എ കോംപ്രമൈസ് ദാറ്റ് വി മെയ്ഡ്. സോ ഇൻ മൈ സീരീസ് 4.5 Gangs which was then the most expensive series in Malayalam, സ്റ്റോറി ദർശനും ടോവിനെയും കൂടെ ഉള്ളൊരു ലവ് സ്റ്റോറി എനിക്കുണ്ട്. there's an interesting conversation happening with Maniyambulla Raju sir and through that Mohanlal, which is an interesting project that is happening. I have pitched a series with an OTT platform. It's a Hindi series. That is going side by side. It's a big series. It's like a lot of money and a lot of VFX and everything involved. Idonnu allade I am also making a part of a team that is making a series completely in AI. That's a 5-year project aanu. Adina fund ചെയ്ത ബിഗ് പ്ലേയേഴ്സ് ആണ്. ലയൺസ്ഗേറ്റും ആപ്പിൾ TV ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നുണ്ട്. ദിസ് ആർ മൈ മേജർ പ്രോജക്ട്സ്. മൈനർ വൺസിൽ മസ്തിഷ്ക വനത്തിൻ്റെ ഒരു ഗ്രാഫിക് നോവൽ, ഇതിൻ്റെ ഇടയിൽ നടക്കുന്ന സ്റ്റോറീസിൻ്റെ ഗ്രാഫിക് നോവൽ, പാർട്ട് 2 പിച്ചിങ് ആൻഡ് റൈറ്റിംഗ്. പിന്നെ ദർ ഇസ് എൻ ആക്ഷൻ ഫിലിം വിത്ത് ദർശന വിച്ച് ഐ ഹവ് ഗോട്ട് എ പ്രൊഡ്യൂസർ. അപ്പോൾ അങ്ങനെ ആൻഡ് ഇതൊക്കെയാണ് പ്രോജക്റ്റ്. ഹെൽത്തും എല്ലാം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. Where he is allowed to change his past. അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് വരുമ്പോഴത്തേക്കും what I'm trying to do is I'm trying to convert these complex ideas that I have into simpler forms which might communicate with a lot of people. So if you are into communicative narrative cinema, try to communicate as much as possible എന്നുള്ളതാണ് ഞാൻ ഈ മീഡിയത്തിന് കാണുന്ന ബേസിക് രീതി. ഇറ്റ്സ് എ കമ്മ്യൂണിക്കേഷൻ മീഡിയം. I am also aware of abstract cinema. I am also aware of video art. But that is not what I am doing. Although a lot of people call my film experimental film, I appreciate their knowledge and lack of knowledge. പക്ഷേ experimental is when you don't know what you are making and the final output is a success or a failure. But I am somebody who knows exactly what I am trying to make. My only worry is that will everyone connect to it or how many people will connect to it. This is how I approach the different aspects of cinema. Sound design, very important. I consider sound design as an important part of cinema. അങ്ങനെ ഓരോ മീഡിയ എടുത്താലും ഓരോന്നിനും everything has its own merits. The way I approach ആണ് ഞാൻ പറയുന്നത്. I didn't answer your question, but I think this is what my brain can come up at this point. നമ്മൾ ഈ വീഡിയോ പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ഇൻ്റർവ്യൂസ് ചോദിക്കുമ്പോൾ we say certain films കേട്ടോ. അപ്പം ഐഡിയലി ഐ ഡോണ്ട് വോണ്ട് ടു സേ ദിസ് ആർ മൈ ടോപ്പ് 4 എന്ന്. മൈ ടോപ്പ് 4 കറൻ്റ്ലി ദിസ് വീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പ്ലിൻറ്റർ സെൽ ഓൺ നെറ്റ്ഫ്ലിക്സ് ഈസ് എ സീരീസ് ദാറ്റ് ഐ എം വാച്ചിങ് ആൻഡ് ഐ ലവ് ഇറ്റ് സോ മച്ച്. ഹെയിൽ മേരി ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടു. ഐ ലവ് ഇറ്റ് സോ മച്ച്. സോ ദിസ് ഇസ് മൈ ടോപ്പ് ദിസ് വീക്ക് ഓർ ഇൻ ദിസ് ലാസ്റ്റ് 3. അങ്ങനെ ഭയങ്കര ടോപ്പ് പാറ്റേണിൽ അങ്ങനെയൊന്നും ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. that would be me not doing favor to the medium or to myself. കാരണം a lot of things keep changing. ഇനി പതേർപ്പാഞ്ചാലി ഇഷ്ടമുള്ള സമയം ഉണ്ടായിരുന്നു, ഇഷ്ടമല്ലാത്ത സമയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഗ്രാവിറ്റി തിയേറ്ററിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയും പിന്നെ അത് കുറേ കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെയൊക്കെ എനിക്ക് ചെയ്യുന്നുണ്ട്. സോ ഐ ഡോണ്ട് വോണ്ട് ടു
shot down such a history of art into 4 films കേട്ടോ.